ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2025 പുറത്തിറങ്ങിയ ദിവ്യ ദൃഷ്ടി എന്ന തെലുങ്ക് സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നും പറയുന്നത് പോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ സിനിമയിലേക്ക് കടക്കാം. മൂവി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഡെറാഡൂണിലുള്ള നമ്മുടെ മൂവിയിലെ മെയിൻ ക്യാരക്ടറായ ദിവ്യയെ കാണിക്കുന്നു. ദിവ്യ തന്റെ ഭർത്താവ് സന്ദീപിനൊപ്പം ചേർന്ന് അനേകം ബിസിനസ്സുകൾ ചെയ്ത് ടോപ്പ് പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഇരിക്കെ ദിവ്യയെ ബിസിനസ് വുമൺ ഓഫ് ദി ഇയർ അവാർഡിനായി സെലക്ട് ചെയ്യുന്നു. തന്റെ ഭർത്താവിനൊപ്പം അവാർഡ് വാങ്ങാനായി ഫംഗ്ഷന് പോകാൻ തുടങ്ങുമ്പോൾ സന്ദീപ് തനിക്കൊരു ചെറിയ ജോലി ഉണ്ടെന്നും അത് കഴിഞ്ഞു വരാമെന്നും പറഞ്ഞ് ദിവ്യയെ പറഞ്ഞയക്കുന്നു. ഇവിടെ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്നാൽ ദിവ്യയ്ക്ക് ഭവ്യ എന്നൊരു സിസ്റ്റർ കൂടിയുണ്ട്. അവൾക്ക് കണ്ണ് കാണില്ല. സത്യത്തിൽ ദിവ്യയും ഭവ്യയും ട്വിൻസ് ആണ്. രണ്ടുപേരും ഒരേപോലെ ഇരിക്കും. അങ്ങനെ ഒരു വശത്ത് ദിവ്യ ഫംഗ്ഷനിൽ ഇരിക്കുമ്പോൾ മറുവശത്ത് മസൂറിയിലുള്ള തന്റെ വീട്ടിൽ ഭവ്യ തന്നെ ആരോ നിരീക്ഷിക്കുന്നതായി തോന്നി ആകെ പേടിച്ച് ഉടനെ ദിവ്യക്ക് ഫോൺ ചെയ്യുന്നു. ദിവ്യ ഫോൺ എടുക്കുന്നുണ്ടെങ്കിലും സിഗ്നൽ ശരിയല്ലാത്തത് കൊണ്ട് ഭവ്യ സംസാരിക്കുന്ന ഒന്നും ദിവ്യക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ഭവ്യ കോള് കട്ട് ചെയ്ത് വീണ്ടും വിളിക്കാൻ നോക്കുമ്പോൾ ഫോൺ താഴെ വീണ് കാണാതാകുന്നു. അതുകൊണ്ട് ഭവ്യ അവിടെ നിന്ന് താഴത്തെ നിലയിലേക്ക് നടന്നു പോവാണ്. മറ്റൊരു വശത്ത് ദിവ്യ പുറത്തു വന്ന് പലതവണ ഭവ്യയെ വിളിക്കുന്നുണ്ടെങ്കിലും ഫോൺ സൈലന്റിലായതുകൊണ്ട് ഭവ്യ അത് കേൾക്കുന്നില്ല. ഭവ്യ താഴത്തെ നിലയിലെത്തി. അവിടെ ആരോ ഉള്ളതുപോലെ. നീ എന്താണ് ഈ ചെയ്യുന്നത്? എന്താ ഒന്നും മിണ്ടാത്തത്? ശരി, ഞാൻ നിന്റെ വാക്ക് കേൾക്കാം എന്ന് പറഞ്ഞ് അവിടെയുള്ള ചെയറിന് മുകളിൽ കയറി കഴുത്തിൽ കുരുക്കിടുന്നു. നീ ഇവിടെ തന്നെയുണ്ട്, എന്നെ തന്നെ നോക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് കണ്ണുകൾ കാണില്ലായിരിക്കാം, പക്ഷെ നിന്റെ മണം എനിക്ക് തിരിച്ചറിയാൻ കഴിയും. സംസാരിക്കുക എന്ന് ഭവ്യ പറയുമ്പോൾ അപ്പോഴേക്കും ആരോ ഭവ്യ നിന്നിരുന്ന ചെയർ തട്ടിയിടുകയും ഭവ്യയുടെ കഴുത്തിൽ കയറ് മുറുകി ശ്വാസം കിട്ടാതെ അവൾ മരിക്കുകയും ചെയ്യുന്നു. മറ്റൊരു വശത്ത് ആ സമയത്ത് ദിവ്യയ്ക്കും ശ്വാസം കിട്ടാത്തതുപോലെ തോന്നി ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെ ദിവ്യയ്ക്ക് ഭവ്യയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് സംശയം തോന്നി ആ കാര്യം സന്ദീപിനോട് പറഞ്ഞ് രണ്ടുപേരും ഉടനെ ഭവ്യയുടെ ഫോൺ ലൊക്കേഷൻ വെച്ച് മസൂറിയിലുള്ള ഭവ്യയുടെ ബംഗ്ലാവിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഭവ്യയുടെ ഡെഡ് ബോഡി തൂങ്ങി നിൽക്കുന്നത് കണ്ട് സന്ദീപ് ഷോക്കാവുന്നു. ദിവ്യ വളരെ ഇമോഷണൽ ആവുന്നുണ്ട്. സന്ദീപ് അവളെ ആശ്വസിപ്പിക്കുന്നു. ഈ വിഷയം അറിഞ്ഞ് പോലീസ് ഉടനെ അവിടെ എത്തി ക്രൈം സ്പോട്ട് മുഴുവൻ പരിശോധിക്കുന്നു. തെളിവുകളൊന്നും ലഭിക്കാത്തതിനാൽ പോലീസ് ഓഫീസർ സന്ദീപിനോട് ഇതൊരു കൊലപാതകമാണെന്ന് പറയാൻ തെളിവുകളൊന്നും ഇല്ല, ഇതൊരു ആത്മഹത്യയാകാനാണ് സാധ്യതയെന്നും പറയുന്നുണ്ട്. ഭവ്യയ്ക്ക് എന്തെങ്കിലും പേഴ്സണൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ സന്ദീപ് അവൾക്ക് മെഡിക്കലി ഒരു പ്രശ്നമുണ്ടെന്ന് പറയുന്നുണ്ട്. ഡീജനറേറ്റീവ് ഐ ഡിസീസ്, അതായത് ഭവ്യയുടെ കാഴ്ചശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സ്ട്രെസ് റിലേറ്റഡ് പ്രശ്നമാണ്. ഭവ്യയ്ക്ക് ഇത് ലാസ്റ്റ് സ്റ്റേജിലാണ്. ഇൻഫാക്ട് ദിവ്യയ്ക്കും ഇതേ പ്രശ്നമുണ്ട്. അവളോട് ഡോക്ടർമാർ കൂടുതൽ സ്ട്രെസ് എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ട്രെസ് കൂടിയാൽ ദിവ്യയ്ക്കും കാഴ്ചശക്തി കുറയുമെന്ന് സന്ദീപ് പറയുന്നു. അത് കേട്ട് പോലീസ് ഓഫീസർ എങ്കിൽ ഈ ഡിപ്രഷൻ കാരണമായിരിക്കും ഭവ്യ സൂയിസൈഡ് ചെയ്തത് എന്ന് പറയുമ്പോൾ ദിവ്യ അത് സമ്മതിക്കുന്നില്ല. ഭവ്യയ്ക്ക് ഡിപ്രഷൻ ഒന്നുമില്ലെന്നും ഐ ഡോണറെ കിട്ടിയാലുടൻ ഓപ്പറേഷൻ ചെയ്യാനായി ഭവ്യ കാത്തിരിക്കുകയായിരുന്നു എന്നും അവൾ ആത്മഹത്യ ചെയ്യാൻ ഒരു സാധ്യതയുമില്ലെന്നും ദിവ്യ പറയുന്നു. പ്ലീസ് സാർ, നിങ്ങളൊന്ന് അന്വേഷിച്ച് ഭവ്യയുടെ മരണകാരണം കണ്ടെത്തണം എന്ന് അവൾ പറയുന്നു. സീൻ കട്ട് ചെയ്താൽ പിന്നീട് ഭവ്യയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നു. ഭവ്യയുടെ ശരീരം കത്തുന്നത് കണ്ട് ദിവ്യ വളരെ ഇമോഷണൽ ആവുന്നു. അപ്പോൾ അവരുടെ അടുത്തേക്ക് കാമേഷ് എന്നൊരാൾ വന്ന് സംസാരിക്കുന്നു. ഞങ്ങൾ ഭവ്യയുടെ അടുത്ത വീട്ടിലാണ് താമസിക്കുന്നത്. എനിക്ക് ഭവ്യ അത്ര പരിചയമില്ല. എന്നാൽ എന്റെ മകൾ ശ്രീയയ്ക്ക് ഭവ്യയെ വലിയ ഇഷ്ടമാണ്. ഭവ്യയുടെ അടുത്തുള്ള പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി ശ്രീയ വാങ്ങിക്കൊണ്ട് വരാറുണ്ട്. ശ്രീയയ്ക്ക് 12 വയസ്സേ ഉള്ളൂ എങ്കിലും ഭവ്യയും ശ്രീയയും നല്ല സുഹൃത്തുക്കളാണ്. ഭവ്യ മരിച്ചതറിഞ്ഞ ശ്രീയ വളരെ വിഷമത്തിലാണ് എന്ന് പറഞ്ഞ കാറിലിരുന്ന് കരയുന്ന ശ്രീയെ കാണിക്കുന്നു. കൂട്ടുകാരിയായ ശ്രീയ തന്നെ ഇത്ര സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ഭവ്യയുടെ മരണം കാരണം നിങ്ങൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെ, ശ്രീയ ചോദിക്കാൻ പറഞ്ഞു, ഭവ്യ എന്തെങ്കിലും സൂയിസൈഡ് നോട്ട് എഴുതിയിരുന്നോ എന്ന് ചോദിക്കുന്നു. അങ്ങനെയൊന്നും എഴുതിയിട്ടില്ലെന്ന് സന്ദീപ് പറയുന്നതോടെ കാമേഷ് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ദിവ്യ സന്ദീപിനോട് ഭവ്യയ്ക്ക് ഇങ്ങനെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവളെ ഞാൻ ഒറ്റയ്ക്ക് വിടില്ലായിരുന്നു എന്ന് പറഞ്ഞ് ചിതയിലേക്ക് നോക്കി, നിന്റെ അവസാന നാളുകളിൽ നിനക്കായി എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, പക്ഷെ നിന്റെ മരണത്തിന് കാരണമായവനെ ഞാൻ വെറുതെ വിടില്ല, അവൻ ആരായാലും അവനെ പിടികൂടും എന്ന് മനസ്സിൽ വിചാരിച്ച് ഇമോഷണൽ ആകുന്നു. അപ്പോൾ തന്റെ തോളിൽ ആരോ കൈ വെച്ചതുപോലെ തോന്നി തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരുമില്ലാത്തത് കണ്ട് ദിവ്യ അല്പം ഷോക്കാവുന്നു. പിന്നീട് ദിവ്യ സന്ദീപിനോട് എനിക്കെന്തോ ഭവ്യയുടേത് ആത്മഹത്യയാണെന്ന് തോന്നുന്നില്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്, നമുക്കറിയില്ല, പക്ഷെ എന്തോ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നു എന്ന് പറയുമ്പോൾ സന്ദീപ്, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചാൽ നിനക്കും കണ്ണ് കാണാതാവും. ഭവ്യയെ എനിക്കും വലിയ ഇഷ്ടമാണ്. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട, സത്യം വേഗത്തിൽ തന്നെ പുറത്തു വരും എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അടുത്ത സീനിൽ ഇൻസ്പെക്ടർ വന്ന് ദിവ്യയും സന്ദീപിനെയും കാണുന്നു. ഭവ്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും കൊലപാതകത്തിനുള്ള ക്ലൂസ് ഒന്നുമില്ല. മാത്രമല്ല ഫിംഗർ പ്രിന്റുകൾ ഭവ്യയുടെയും ദിവ്യയുടെയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊരു ആത്മഹത്യ തന്നെ ആയിരിക്കാം എന്ന് പറയുന്നു. എന്നാൽ ദിവ്യ അത് വിശ്വസിക്കുന്നില്ല. ശ്മശാനത്തിൽ വെച്ച് ആരോ തന്റെ തോളിൽ തൊട്ട കാര്യം അവൾ പറയുന്നു. അതിന് പോലീസ് ഓഫീസർ, നിങ്ങൾ പറയുന്നതിന് തെളിവുകളൊന്നുമില്ല, ആരും കണ്ടിട്ടുമില്ല. ഇനി നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഭവ്യയ്ക്ക് കാഴ്ച പോയപ്പോൾ സഹായിച്ചിരുന്ന സുജാത എന്ന സ്ത്രീ അടുത്ത വീട്ടിലുണ്ട്, നിങ്ങൾ അവരെ കണ്ടൊന്ന് സംസാരിച്ചു നോക്ക് എന്ന് പറയാണ്.
ദിവ്യ സന്ദീപിനോട് പറഞ്ഞ് സുജാതയെ കാണാൻ പോകുന്നു. അത് കണ്ട സന്ദീപ് ആ സുജാതയെ കണ്ടാലും അവൾക്ക് എന്തെങ്കിലും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ പോലീസ് ഓഫീസർ സന്ദീപിനോട് ആ സത്യം ദിവ്യയോട് നിങ്ങൾ എത്രയും വേഗം പറയുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോൾ സമയം വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അവളോട് പറയാം എന്ന് സന്ദീപ് പറയുന്നു. ഇതിൽ നിന്ന് സന്ദീപ് എന്തോ സത്യം മറച്ചു വെക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു വശത്ത് ദിവ്യ പോയി സുജാതയെ കണ്ട് സംസാരിക്കുന്നു. സുജാതയും അന്ധയാണെന്ന് മനസ്സിലാകുന്നു. സുജാത ദിവ്യയോട് ഭവ്യ 1 വർഷം മുമ്പ് വരെ എന്നെ കാണാൻ വരാറുണ്ടായിരുന്നു. അവൾക്ക് കാഴ്ച കുറയുന്ന സമയത്ത് ഞാൻ അവളെ സഹായിക്കുമായിരുന്നു. എന്നാൽ അവൾ എപ്പോഴാണോ ഡാഫോഡിൽ സെന്ററിൽ പോകാൻ തുടങ്ങിയത് അവിടെ അവൾക്ക് പുതിയ സുഹൃത്തുക്കളെ കിട്ടിയപ്പോൾ മുതൽ എന്റെ അടുത്തേക്ക് വരാറില്ല എന്ന് പറയുന്നു. ഇത് കേട്ട ദിവ്യ ഡാഫോഡിൽ സെന്റർ എന്താണെന്ന് ചോദിക്കുന്നു. കാഴ്ചയില്ലാത്തവർക്ക് തങ്ങളുടെ ജോലികൾ എങ്ങനെ ചെയ്യണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും ട്രെയിനിങ് നൽകുന്ന സെന്റർ ആണതെന്ന് സുജാത പറയുന്നു. ദിവ്യ ആ സെന്ററിന്റെ അഡ്രസ്സ് വാങ്ങി അവിടെ ചെല്ലുന്നു. അവിടെയുള്ള അന്ധരായ പെൺകുട്ടികൾ ഭവ്യയെ കുറിച്ച് സംസാരിക്കുന്നു. ഭവ്യ വളരെ നല്ല കുട്ടിയാണെന്നും അവൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ലെന്നും അവർ പറയുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി ഭവ്യയ്ക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അവൾ ഒരിക്കൽ പറഞ്ഞിരുന്നു ഒരു പയ്യനെ കണ്ടുമുട്ടിയെന്ന്. അവൻ ആരാണെന്ന് അറിയില്ല, പക്ഷെ രണ്ടുപേരും കൂടി റെഡ് ഫോക്സ് ഹോട്ടലിൽ ഒരാഴ്ചയോളം താമസിച്ചിരുന്നു എന്ന് പറയുന്നു. അതെല്ലാം കേട്ട് ദിവ്യ ഷോക്ക് ആവുന്നുണ്ട്. അപ്പോൾ ദിവ്യയെ ഒരാൾ ഫോളോ ചെയ്യുന്നത് അവൾ ശ്രദ്ധിക്കുന്നു. അവൻ ആരാണെന്ന് അറിയാൻ ദിവ്യ പിന്നാലെ പോകുമ്പോൾ മുഖം കാണിക്കാതെ ബ്ലാക്ക് സ്യൂട്ട് ധരിച്ച ആ വ്യക്തി ദിവ്യയ്ക്ക് പിടികൊടുക്കാതെ ഓടിപ്പോകുന്നു. സീൻ കട്ട് ചെയ്താൽ വീട്ടിലെത്തിയ ദിവ്യ ഭവ്യയുടെ റൂം മുഴുവൻ തെരഞ്ഞ് ഭവ്യ റെഡ് ഫോക്സ് ഹോട്ടലിൽ താമസിച്ചതിന്റെ രസീത് കണ്ടുപിടിച്ച് അതിന്റെ ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ അവിടെ വന്ന സന്ദീപ് ദിവ്യ എവിടെ പോയെന്ന് ചോദിക്കുന്നുണ്ട്. നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഭവ്യയുടെ ബോയ് ഫ്രണ്ട് ആണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് തോന്നുന്നുവെന്നും തന്നെ ഒരാൾ ഫോളോ ചെയ്യുന്നുണ്ടെന്നും ദിവ്യ പറയുന്നു. അതെല്ലാം കേട്ട സന്ദീപ് ദിവ്യ നീ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി ഫുൾ ടെൻഷൻ അടിക്കുകയാണ്. ഇതിനകം ഭവ്യ പോയി, നീ ഇനിയും ഇത് ആലോചിച്ച് സ്ട്രെസ് എടുത്താൽ നിന്റെ കാഴ്ചയും പോകും. നമ്മളിവിടെ നിന്നാൽ നീ ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് തിരിച്ച് ഡെറാഡൂണിലേക്ക് പോവാം, എനിക്കിപ്പോൾ നീയാണ് പ്രധാനം എന്ന് നിർബന്ധിക്കുന്നു. അപ്പോൾ ദിവ്യ ഒന്ന് ആലോചിച്ചിട്ട് ശരി ഇവിടെ നിൽക്കണ്ട, പക്ഷേ ഡെറാഡൂണിലേക്കും പോകണ്ട, നമുക്ക് കുറച്ച് ദിവസം കുളു മണാലിയിലേക്ക് പോവാം, അവിടെ കുറച്ച് ദിവസം നിൽക്കാം എന്ന് പറയാണ്. സന്ദീപ് ഓക്കെ പറയുന്നു. സത്യത്തിൽ ദിവ്യയുടെ പ്ലാൻ എന്തെന്നാൽ ഭവ്യ തന്റെ ബോയ് ഫ്രണ്ടിനോടൊപ്പം താമസിച്ചത് റെഡ് ഫോക്സ് ഹോട്ടലിൽ ആയതുകൊണ്ട് അതേ ഹോട്ടലിൽ കുറച്ച് ദിവസം താമസിച്ച് ഭവ്യയുടെ ബോയ് ഫ്രണ്ട് ആരാണെന്നും എന്താണ് സംഭവിച്ചതെന്നും കണ്ടുപിടിക്കാനാണ്. അങ്ങനെ രണ്ടുപേരും അതേ റെഡ് ഫോക്സ് ഹോട്ടലിൽ റൂം എടുക്കുന്നു. അന്ന് സന്ദീപ് പുറത്തു പോയ സമയം ദിവ്യ റിസപ്ഷനിൽ പോയി ഭവ്യയുടെ ഫോട്ടോയും ഹോട്ടൽ രസീതും കാണിച്ച് ഇവള് കുറച്ചുനാൾ മുമ്പേ ഇതേ ഹോട്ടലിൽ ഒരു പയ്യനോടൊപ്പം താമസിച്ചിരുന്നു, ആ പയ്യൻ ആരാണെന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. ആ പെൺകുട്ടി ഓർമ്മയുണ്ട്, പക്ഷെ കൂടെ ആൺകുട്ടികൾ ആരും ഇല്ലായിരുന്നു എന്ന് അവർ പറയുന്നു. ആ പയ്യൻ ആരാണെന്ന് അറിയേണ്ടത് വളരെ പ്രധാനമാണ്, നിങ്ങളുടെ റെക്കോർഡ്സ് ചെക്ക് ചെയ്താൽ എന്തെങ്കിലും വിവരം കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് ദിവ്യ പറയുന്നു. ഹോട്ടൽ റൂൾസ് പ്രകാരം കസ്റ്റമേഴ്സ് ഡീറ്റെയിൽസ് ആർക്കും കൊടുക്കാൻ പാടില്ലെന്ന് അവർ പറയുന്നു. ഇത് കേട്ട ദിവ്യ റിസപ്ഷനിൽ ആരും ഇല്ലാത്തപ്പോൾ വിവരം എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഒന്നും കിട്ടുന്നില്ല. എന്നാൽ അതേ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ദിവ്യ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി ദിവ്യ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ബെയറർ ദിവ്യയെ കണ്ട് ഭവ്യയാണെന്ന് തെറ്റിദ്ധരിച്ച് സംസാരിക്കുന്നു. കാര്യം മനസ്സിലാക്കിയ ദിവ്യ താൻ സിസ്റ്റർ ആണെന്ന് പറഞ്ഞ് ഭവ്യയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അവൾ അവളുടെ ബോയ് ഫ്രണ്ടിനോടൊപ്പം വന്നതാണ്. ആ ബോയ് ഫ്രണ്ടിന്റെ മുഖം എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അപ്പോഴേക്കും ഭവ്യയുടെ കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു. ഇനി വരുമ്പോൾ എനിക്ക് കാഴ്ച ഉണ്ടാകുമെന്ന് അവൾ പറഞ്ഞിരുന്നു എന്നോ പറയുന്നു. ഇത് കേട്ട് ദിവ്യ സന്ദീപ് വന്നപ്പോൾ കാര്യം പറയുന്നുണ്ട്. ഭവ്യയ്ക്ക് സത്യമായും ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവളുടെ മരണത്തിന് പിന്നിൽ എന്തോ ദുരൂഹതയുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ് കാഴ്ച കിട്ടാറായ ഭവ്യ എന്തിനു ആത്മഹത്യ ചെയ്യണം എന്ന് ചോദിക്കുന്നു. അപ്പോൾ സന്ദീപ് ദിവ്യ നിന്റെ അടുത്ത് ഞാനൊരു സത്യം മറച്ചു വെച്ചു. സത്യത്തിൽ ഭവ്യയുടെ കണ്ണിന്റെ ഓപ്പറേഷൻ പരാജയപ്പെട്ടിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ടാണ് ഭവ്യ ആത്മഹത്യ ചെയ്തത്. ഈ സത്യം അറിഞ്ഞാൽ നീ വിഷമിക്കുമെന്നും സ്ട്രെസ് ആകുമെന്നും കരുതിയിട്ടാണ് പറയാതിരുന്നത് എന്ന് വെളിപ്പെടുത്തുന്നു. ഇത് കേട്ട് ദിവ്യ വളരെ ഇമോഷണൽ ആവുന്നു. സന്ദീപ് അവളെ ആശ്വസിപ്പിക്കുകയാണ്. എന്നാൽ ഇതേ പ്രോസസ്സിൽ ദിവ്യ സ്ട്രെസ് ആകുന്നതുകൊണ്ട് അവളുടെ കാഴ്ചശക്തിയും ദിവസം തോറും കുറഞ്ഞു വരുന്നു. ഭവ്യ മരിച്ചപ്പോൾ അവളുടെ ബോയ് ഫ്രണ്ട് കാണാൻ പോലും എന്തുകൊണ്ട് വന്നില്ല എന്ന സംശയം ദിവ്യയ്ക്ക് ബാക്കിയായിരുന്നു. അടുത്ത സീനിൽ ദിവ്യ ഇതേക്കുറിച്ച് ചിന്തിച്ച് ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവളെ നിരീക്ഷിച്ചിരുന്ന ഹോട്ടൽ ജീവനക്കാരൻ മൈക്കിൾ അടുത്തു വരുന്നു. നിങ്ങളുടെ അനിയത്തി ഭവ്യയെക്കുറിച്ച് ഒരു കാര്യം പറയാനുണ്ട്. അവൾ ഹോട്ടൽ വെക്കേറ്റ് ചെയ്ത് പോയ ശേഷം റൂമിൽ നിന്ന് ഒരു താക്കോല് കിട്ടിയിരുന്നു. അവൾ മരിച്ചു എന്നറിഞ്ഞപ്പോൾ എനിക്ക് വിഷമായി എന്ന് പറഞ്ഞ് ആ കീ കൊടുക്കുന്നു. എൻ്റെ അനിയത്തിയുടെ കൂടെ ഒരാൾ വന്നിരുന്നില്ലേ, അയാളെ നിങ്ങൾ കണ്ടോ എന്ന് ദിവ്യ ചോദിക്കുന്നുണ്ട്. അതിന് മൈക്കിൾ അതെ, അവനൊരു അദൃശ്യനായ മനുഷ്യനാണ്, അവനെ നമുക്ക് കാണാൻ കഴിയില്ല, അതാണ് അവൻ്റെ ശക്തി. ഞാനും ഒരു കാലത്ത് ഇതുപോലെയാണ് ജീവിച്ചത്, അതുകൊണ്ട് അവനെക്കുറിച്ച് എനിക്കറിയാം എന്ന് പറയുന്നു. അവനെ പിടിക്കാൻ എന്നെ സഹായിക്കാമോ എന്ന് ദിവ്യ ചോദിക്കുന്നുണ്ട്. അന്ന് അവൻ തൻ്റെ കാർ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിരുന്നു. അവിടെ CCTV ക്യാമറകളുണ്ട്. ആ ഫുട്ടേജ് നോക്കിയാൽ അവൻ ആരാണെന്ന് അറിയാൻ ചാൻസ് ഉണ്ട്. സൂക്ഷിക്കണം, അവൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും, അതുപോലെ മാഞ്ഞു പോകും. അവൻ വളരെ അപകടകാരിയാണ് എന്ന് മൈക്കിൾ പറയുന്നു. അപ്പോൾ ആ അദൃശ്യ മനുഷ്യൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നത് കണ്ട് ദിവ്യ പിന്നാലെ ഓടുന്നു. അപ്പോഴാണ് സന്ദീപ് വരുന്നത്.
എന്താ പറ്റിയെന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ ഭവ്യെ കൊന്നവൻ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, അവൻ സത്യമായിട്ടുണ്ട്, പാർക്കിംഗ് ഏരിയയിലുള്ള CCTV ഫുട്ടേജ് കാണണം എന്ന് ദിവ്യ പറയുന്നു. നിന്നോട് എത്ര തവണ പറയണം, ഭവ്യയുടെ മരണത്തിന് പിന്നിൽ ഒരു മിസ്റ്ററിയും ഇല്ല എന്ന് സന്ദീപ് പറഞ്ഞിട്ടും ദിവ്യ കേൾക്കുന്നില്ല. ഒടുവിൽ സന്ദീപ് ശരി നീ കാറിലിരിക്കെ, ഞാൻ പോയി ഫുട്ടേജ് എടുത്തിട്ട് വരാം, പക്ഷെ അതിലൊന്നുമില്ലെങ്കിൽ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് CCTV റൂമിലേക്ക് പോകുന്നു. കുറെ നേരം കഴിഞ്ഞിട്ടും സന്ദീപ് തിരിച്ചു വരാത്തതിനാൽ സംശയം തോന്നി ദിവ്യ CCTV റൂമിലേക്ക് പോവാണ്. അവിടെയുള്ള സെക്യൂരിറ്റിയോട് ചോദിക്കുമ്പോൾ കുറച്ചു മുമ്പ് ഒരാൾ വന്ന് ഫുട്ടേജ് ചോദിച്ചപ്പോൾ ഹാർഡ് ഡിസ്കിൽ നിന്ന് CD കോപ്പി ചെയ്ത് നൽകി, അയാൾ പോയി എന്ന് പറയാണ്. സന്ദീപ് എവിടെ പോയി എന്ന് ദിവ്യയ്ക്ക് മനസ്സിലാവുന്നില്ല. ഇനി ആ അദൃശ്യ മനുഷ്യൻ വന്നതാണോ എന്നറിയാൻ സന്ദീപ് വന്ന CCTV ദൃശ്യം കാണിക്കാൻ ദിവ്യ ആവശ്യപ്പെടുന്നു. അപ്പോഴേക്കും ആ അദൃശ്യ മനുഷ്യൻ CCTV കേബിളുകളെല്ലാം കട്ട് ചെയ്തിരുന്നു. പവർ ഓഫ് ചെയ്ത് ഹാർഡ് ഡിസ്ക് എടുത്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നു. പവർ ഓഫ് ആയപ്പോൾ മെയിൻ ബോർഡിനടുത്തേക്ക് പോയ മൈക്കിൾ ഷോക്കേറ്റ് മരിക്കുന്നു. ഈ വിഷയം അറിഞ്ഞ് പോലീസ് എത്തുന്നുണ്ട്. ഇതെല്ലാം ആ അദൃശ്യ മനുഷ്യന്റെ പണിയാണ്. അവൻ ഹാർഡ് ഡിസ്ക് കൊണ്ടുപോയി അവനെക്കുറിച്ച് അറിയാവുന്ന ഒരേ ഒരു വ്യക്തിയായ മൈക്കിളിനെയും കൊന്നു. എന്റെ ഭർത്താവും അവന്റെ കയ്യിലുണ്ടാവും, അദ്ദേഹത്തെ രക്ഷിക്കണം എന്ന് ദിവ്യ അപേക്ഷിക്കുന്നു. ആർക്കും കാണാൻ കഴിയാത്ത ഒരാളെ ഞങ്ങൾ എങ്ങനെ പിടിക്കും എന്ന് പോലീസ് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സ്ട്രെസ് കാരണം ദിവ്യയുടെ കണ്ണുകൾ മങ്ങുകയും അവൾ കുഴഞ്ഞു വീഴുകയും ചെയ്യുന്നു. അവളെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. ദിവ്യയുടെ റെറ്റിന വളരെ വീക്കാണെന്നും കുറച്ച് ദിവസത്തിനുള്ളിൽ പൂർണ്ണമായും കാഴ്ച പോകുമെന്നും അതിനുള്ളിൽ ഡോണറെ കിട്ടിയാൽ ഓപ്പറേഷൻ ചെയ്യാമെന്നും ഡോക്ടർ പറയുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവിടെ ഒരു അന്ധയായ സ്ത്രീയെ സഹായിക്കുന്ന അജയ് എന്ന കെയർ ടേക്കറെ ദിവ്യ കാണുന്നു. സീൻ കട്ട് ചെയ്താൽ ഇൻസ്പെക്ടർ വന്ന് ദിവ്യയെ കാണുന്നുണ്ട്. ഭർത്താവിനെ കുറിച്ച് വിവരമൊന്നും ഇല്ലെന്നും എന്നാൽ അദ്ദേഹം താമസിച്ച റൂമിൽ നിന്ന് ഈ വെഡിങ് റിംഗ് കിട്ടിയെന്നും പറയുന്നുണ്ട്. അപ്പോഴാണ് ഭവ്യയുടെ വീട്ടിൽ ലൈറ്റുകൾ തെളിഞ്ഞെന്ന് വിവരം ലഭിക്കുന്നത്. എല്ലാവരും ഉടനെ ഭവ്യയുടെ വീട്ടിലെത്തുന്നുണ്ട്. അപ്പോഴേക്കും ലൈറ്റുകൾ ഓഫ് ആവുന്നു. ഉള്ളിൽ പോയി സന്ദീപിനെ വിളിച്ചു നോക്കുമ്പോൾ ദിവ്യ പേടിച്ച് നിലവിളിക്കുന്നുണ്ട്. ഇൻസ്പെക്ടർ വരുമ്പോഴേക്കും ലൈറ്റുകൾ ഓൺ ആവുന്നുണ്ട്. ദിവ്യ സ്ട്രെസ് കാരണം പൂർണ്ണമായും കാഴ്ചയില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. ഇവിടെയാണ് ട്വിസ്റ്റ്. ഭവ്യ തൂങ്ങി മരിച്ച അതേ സ്ഥലത്ത് സന്ദീപ് തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നു. ഇൻസ്പെക്ടർ അത് കണ്ട് ഷോക്ക് ആവുന്നുണ്ട്. ദിവ്യ വിവരം അറിഞ്ഞ് തകർന്നു പോവാണ്. പിന്നീട് ഇൻസ്പെക്ടർ ദിവ്യയോട് നിങ്ങളുടെ ഭർത്താവ് മരിക്കുന്നതിന് മുമ്പ് ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിരുന്നു. അതിൽ അദ്ദേഹത്തിന് നിങ്ങളുടെ സഹോദരി ഭവ്യയുമായി 6 മാസമായി ബന്ധമുണ്ടായിരുന്നുവെന്നും ആ കാരണത്താൽ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നുവെന്നും എഴുതിയിട്ടുണ്ട്. അവരുടെ കോൾ ലിസ്റ്റ് നോക്കിയപ്പോൾ ധാരാളം സംഭാഷണങ്ങൾ നടത്തിയിട്ടുമുണ്ട്. അതുകൊണ്ടാണ് അന്ന് നിങ്ങൾ CCTV ഫുട്ടേജ് കാണണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ പോയത്. ഭവ്യയോട് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് ഭവ്യ മരിച്ച അതേ രീതിയിൽ അദ്ദേഹവും മരിച്ചത്. ഇതൊരു ആത്മഹത്യ തന്നെയാണ് എന്ന് പറയുന്നു. ഇത് കേട്ട് ദിവ്യ കൂടുതൽ തളരുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കഴിയുന്നു. ദിവ്യയ്ക്ക് കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടുന്നു. ഒരു ദിവസം ഡോക്ടർ നിന്റെ കണ്ണിന് ഒരു ഡോണറെ കിട്ടി എന്ന് പറഞ്ഞ് പേപ്പറിൽ ഒപ്പിടിപ്പിച്ച് ഓപ്പറേഷൻ ചെയ്യുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഡോക്ടർ പറയുന്നുണ്ട് ഓപ്പറേഷൻ സക്സസ്ഫുൾ ആണ്, 2 ആഴ്ചത്തേക്ക് കണ്ണിന്റെ ബാൻഡേജ് അഴിക്കരുത്, അത് വളരെ അപകടകരമാണ്, ഇന്ന് ഡിസ്ചാർജ് ചെയ്യുകയാണ്, നിന്നെ നോക്കാൻ ഒരു കെയർ ടേക്കറെ ഞാൻ വീട്ടിലേക്ക് അയക്കാം. ഇത് കേട്ട ദിവ്യ എനിക്ക് കാഴ്ച വരുന്നത് വരെ സന്ദീപിന്റെ മൃതദേഹം മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കണം, എനിക്ക് അവനെ അവസാനമായി ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ട്. സീൻ കട്ട് ചെയ്താൽ വീട്ടിലെത്തിയ ദിവ്യ വളരെ വിഷമിച്ച് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുന്നു. അപ്പോൾ അവിടെ ഒരാൾ വന്ന് മാഡം ഡോക്ടർ അയച്ച കെയർ ടേക്കറാണ്, പേര് അജയ് എന്ന് പറയുന്നു. ഒരു ലേഡി കെയർ ടേക്കറെ പ്രതീക്ഷിച്ച ദിവ്യയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഡോക്ടറോട് പറഞ്ഞ ലേഡി കെയർ ടേക്കറെ വരുത്തണോ എന്ന് അജയ് ചോദിക്കുമ്പോൾ സാരമില്ല വന്നതല്ലേ എന്ന് ദിവ്യ സമ്മതിക്കുന്നു. അങ്ങനെ അജയ് ദിവ്യയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കൂടെ ഉണ്ടാവുകയും രാത്രി പോവുകയും ചെയ്യുന്നു. ദിവസങ്ങൾ കഴിയുമ്പോൾ അജയുടെ പെരുമാറ്റം ദിവ്യയ്ക്ക് ഇഷ്ടപ്പെടുകയും അവനുമായി അടുക്കുകയും ചെയ്യുന്നു. ഒരു ദിവസം ബാൻഡേജ് മാറ്റാൻ ഹോസ്പിറ്റലിൽ പോകണമെന്ന് ദിവ്യ പറയുമ്പോൾ വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ തന്നെ മാറ്റാം എന്ന് അജയ് പറയുന്നു. ദിവ്യ സമ്മതിക്കുന്നുണ്ട്. അജയ് തന്നെ ബാൻഡേജ് മാറ്റുന്നു. അജയുടെ മുഖം പ്രേക്ഷകരെ കാണിക്കുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയുന്നുണ്ട്. കാഴ്ച കിട്ടാൻ 4 ദിവസം കൂടി മാത്രം. അന്ന് രാത്രി ദിവ്യ അജയ്ക്ക് ചെറിയൊരു വൈൻ പാർട്ടി നൽകുന്നു. വൈൻ കുടിച്ച് സംസാരിക്കുന്നതിനിടയിൽ സന്ദീപിനെയും ഭവ്യയും ഓർത്ത് ദിവ്യ വിഷമിക്കുന്നുണ്ട്. സന്ദീപിന്റെ ഓർമ്മയിൽ ഇപ്പോൾ അടുത്തിരിക്കുന്നത് സന്ദീപാണെന്ന് കരുതി അജയിനെ ചുംബിക്കാൻ തുടങ്ങുന്നു. എന്നാൽ പെട്ടെന്ന് സന്ദീപ് അല്ലെന്ന് ഓർമ്മ വന്ന് പിന്മാറുന്നു. അജയ് ദിവ്യയുടെ ഫോണിൽ തന്നെ നമ്പർ സേവ് ചെയ്ത് വോയിസ് കമാൻഡ് വഴി വിളിക്കാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വൈകിയല്ലോ മാഡം എന്ന് പറഞ്ഞ് ദിവ്യയെ കിടത്തി അജയ് പോകുന്നുണ്ട്. അന്ന് അർദ്ധരാത്രിയിൽ അതേ അദൃശ്യ മനുഷ്യൻ ദിവ്യയുടെ റൂമിൽ വന്ന് ബാഗിൽ നിന്ന് ഇഞ്ചക്ഷൻ എടുത്ത് കുത്താൻ തുടങ്ങുന്നു. ശബ്ദം കേട്ട് ആ അദൃശ്യ മനുഷ്യൻ വന്നതാണെന്ന് മനസ്സിലാക്കിയ ദിവ്യ പേടിച്ച് വീട്ടിൽ നിന്ന് ഓടി പുറത്തേക്ക് ഇറങ്ങുന്നു. ദിവ്യ പേടിച്ച് വരുന്നത് കണ്ട് അയൽവാസി കാമേഷ് എന്തു പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. ആ അദൃശ്യ മനുഷ്യൻ എന്റെ വീട്ടിലുണ്ട്, എന്നെ ആക്രമിക്കാൻ വന്നു, പോലീസിനെ വിളിക്കുക എന്ന് ദിവ്യ പറയാണ്. കാമേഷ് അവളെ ആശ്വസിപ്പിച്ച് സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്നാൽ കാമേഷ് ദിവ്യയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദിവ്യ പോലീസിനെ വിളിക്കാൻ പറയുമ്പോൾ കാമേഷ് അവളെ കടന്നു പിടിക്കുന്നു. ദിവ്യ അവനെ തള്ളി മാറ്റി അവിടെ നിന്ന് ഓടുന്നുണ്ട്. അപ്പോൾ അവളുടെ താക്കോൽ അവിടെ വീഴുന്നു. കാമേഷ് പിന്നാലെ ഓടുന്നുണ്ട്. ഇതെല്ലാം കാമേഷിന്റെ മകൾ ശ്രീയെ കാണുന്നുണ്ടായിരുന്നു. ദിവ്യ ഒളിച്ചു നിന്ന് അജയെ ഫോൺ ചെയ്യുന്നുണ്ട്. അജയ് ഉടനെ എത്തുന്നുണ്ട്. ദിവ്യയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകൂ, അവിടെ സേഫ് ഉള്ളൂ എന്ന് ദിവ്യ പറയുന്നുണ്ട്. അജയ് അവളെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. പോലീസിനെ വിളിക്കണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് ദിവ്യ പറയുന്നുണ്ട്. കാപ്പി എടുക്കാമെന്ന് പറഞ്ഞ അജയ് പോകുന്നുണ്ട്.
അപ്പോൾ അവിടെ കാമേഷിന്റെ മകൾ ശ്രീയ വരുന്നു. എൻ്റെ അച്ഛൻ മോശമായി പെരുമാറിയത് ഞാൻ കണ്ടു, സോറി. എന്നാൽ നിന്നെ പിന്തുടരുന്ന ആ ദൃശ്യ മനുഷ്യനെ കുറിച്ച് ഒരു സത്യം പറയാനുണ്ട് എന്ന് ശ്രീയ പറയുന്നു. അവൻ ആരാണെന്ന് നിനക്കറിയാമോ എന്ന് ദിവ്യ ചോദിക്കുന്നു. ശ്രീയ ഒരു വമ്പൻ ട്വിസ്റ്റ് വെളിപ്പെടുത്തുകയാണ്. നിന്നെ പിന്തുടരുന്ന വ്യക്തി വേറെ ആരുമല്ല, നീ വിശ്വസിച്ച് കൂടെ വന്ന നിന്റെ കെയർ ടേക്കർ തന്നെയാണ്. അവന്റെ പേര് അജയ് എന്നല്ല, അനിൽ എന്നാണ്. ഇത് അവന്റെ വീടല്ല, അവന്റെ രഹസ്യ താവളമാണ്. എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഈ താക്കോൽ അവന്റെ ഒരു രഹസ്യ മുറിയുടേതാണ്. ആ മുറി ബാത്റൂമിനടുത്താണ്. അവിടെ ചെന്നാൽ സത്യം മനസ്സിലാവും. അപ്പോഴേക്കും കില്ലർ വരുന്നത് കണ്ട ശ്രേയ, അവൻ കണ്ടാൽ എന്നെ കൊല്ലും, ഞാൻ ബാത്റൂമിനടുത്തുണ്ടാവും, നീ അങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് പോവാണ്. അനിൽ വന്ന് ദിവ്യയെ ബെഡ്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ബാത്റൂമിൽ പോകണമെന്ന് ദിവ്യ പറയുന്നുണ്ട്. ബാത്റൂമിൽ കയറിയ ദിവ്യ സത്യം അറിയാനായി കണ്ണിന്റെ ബാൻഡേജ് അഴിച്ചു മാറ്റുന്നു. ഭാഗ്യത്തിന് അവൾക്ക് കാഴ്ച വ്യക്തമായി കിട്ടുന്നുണ്ട്. ശ്രേയ പറഞ്ഞ മുറിയിൽ കയറി നോക്കുമ്പോൾ ചുമരിൽ ഭവ്യയുടെ ഫോട്ടോകളും ഭവ്യയുടെ മരണ വാർത്തകളും കാണുന്നുണ്ട്. ദിവ്യ ആകെ ഷോക്കായി പോവാണ്. ശ്രേയ പറഞ്ഞത് അവൾ ഓർക്കുന്നുണ്ട്. സത്യത്തിൽ ഈ അനിലാണ് ഭവ്യയെ സ്നേഹിച്ചത്. ഭവ്യയ്ക്ക് കാഴ്ച പൂർണ്ണമായും പോയാൽ അവൾ എപ്പോഴും തന്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് കരുതി അവൻ അവൾക്ക് കാഴ്ച നശിക്കാനുള്ള മരുന്നുകൾ കുത്തിക്കൊടുക്കുകയായിരുന്നു. ഇതറിഞ്ഞ ഭവ്യ അവനെ ഒഴിവാക്കി. അത് സഹിക്കാൻ വയ്യാതെ അനിൽ അവളെ ടോർച്ചർ ചെയ്തു. സഹിക്കെട്ട് ഭവ്യ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ അനിൽ ദേഷ്യത്തിൽ ചെയർ തട്ടിയിടുകയും ഭവ്യ മരിക്കുകയും ചെയ്തു. ഭവ്യയെ കൊന്ന കുറ്റബോധത്തിൽ ജീവിക്കുന്ന അനിൽ ഭവ്യ പോലെ ഇരിക്കുന്ന ദിവ്യയെ കണ്ടപ്പോൾ ദിവ്യയുടെ കാഴ്ചയും നശിപ്പിച്ച് അവളെ സ്വന്തമാക്കാൻ തീരുമാനിച്ചതാണ് ഇതെല്ലാം. കാര്യം മനസ്സിലാക്കി ദിവ്യ രക്ഷപ്പെടാനായി ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നു. എന്നാൽ അവിടെ വലിയൊരു ട്വിസ്റ്റ്. ശ്രേയയെ അനിൽ ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു. ശ്രേയയുടെ മൃതദേഹം കണ്ട് ദിവ്യ തകരുകയാണ്. അനിൽ ഓടി വന്ന് എന്താ ദിവ്യ കരയുന്നത്, ബാൻഡേജ് എന്തിനാണ് മാറ്റിയത് എന്ന് ചോദിക്കുന്നു. കാമേഷിന്റെ മകൾ ശ്രീയ വാതിൽ മുട്ടി നീ നല്ലവനല്ലെന്ന് പറഞ്ഞു. നീ അങ്ങനെയല്ലെന്ന് എനിക്കറിയാം, ആ ടെൻഷനിൽ ബാൻഡേജ് മാറ്റിയതാണ്. പക്ഷെ എൻ്റെ ഓപ്പറേഷൻ ഫെയിൽ ആയെന്ന് തോന്നുന്നു, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല എന്ന് ദിവ്യ കള്ളം പറയുന്നു. അത് വിശ്വസിക്കാത്ത അനിൽ കണ്ണിന്റെ നേരെ കത്തി പിടിച്ച് നോക്കുന്നുണ്ട്. ദിവ്യ പേടിക്കാത്തത് കണ്ട് അവൾക്ക് കാഴ്ചയില്ലെന്ന് അവൻ വിശ്വസിക്കുന്നു. ഡോക്ടർ ഡൽഹിയിലാണ്, ഒരാഴ്ച കഴിയും വരാൻ എന്ന് അവൻ കള്ളം പറയുന്നു. സീൻ കട്ട് ചെയ്താൽ അനിൽ ശ്രേയയുടെ ബോഡി പാക്ക് ചെയ്ത് മാറ്റുന്നു. ദിവ്യ രക്ഷപ്പെടാൻ നോക്കുന്നു. അനിൽ കാപ്പി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ദിവ്യയുടെ കപ്പിൽ അവൻ എന്തോ മരുന്ന് ചേർക്കുന്നത് ദിവ്യ കണ്ടിരുന്നു. കാപ്പി കുടിക്കാൻ തുടങ്ങുമ്പോൾ കൈ അബദ്ധത്തിൽ തട്ടിയതുപോലെ കപ്പ് താഴെയിടുന്നു. സംശയം തോന്നിയ അനിൽ തന്റെ കപ്പിലും അതേ മരുന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും ദിവ്യ താഴെയിടുന്നു. ദിവ്യക്ക് കാഴ്ചയുണ്ടെന്ന് അനിലിന് മനസ്സിലാവുന്നുണ്ട്. അവൻ അവളെ ഒരു ഫ്രീസറിനടുത്തേക്ക് കൊണ്ടുപോയി അത് തുറക്കാൻ പറയുന്നു. ഫ്രീസറിനുള്ളിൽ യഥാർത്ഥ കെയർ ടേക്കർ അജയുടെ മൃതദേഹം കണ്ട് ദിവ്യ ഞെട്ടുകയാണ്. എന്നെ കളിപ്പിക്കാൻ നോക്കുന്നോ? കാഴ്ചയില്ലാത്തപ്പോൾ തൊട്ടാൽ സ്നേഹം, കാഴ്ച വന്നപ്പോൾ പേടിയാണോ? ഭവ്യയുടെ കാര്യത്തിലും ഇതാണ് സംഭവിച്ചത്. എനിക്ക് ജനിച്ചപ്പോൾ മുതൽ അന്ധയായ അമ്മയോടും അന്ധരോടും ഒപ്പമാണ് ജീവിച്ച ശീലം. വെളിച്ചത്തിൽ ജീവിക്കുന്നവരെക്കാൾ എനിക്കിഷ്ടം ഇരുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആരും കാണാതെ ജീവിക്കുന്നത്. ഭവ്യയ്ക്ക് കാഴ്ചയില്ല, അതുകൊണ്ട് നിനക്കും കാഴ്ച വേണ്ട എന്ന് പറഞ്ഞ് അനിൽ ദിവ്യയുടെ കണ്ണ് കെട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ലഗേജ് പാക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. ദിവ്യ അവിടെ നിന്ന് തന്ത്രപരമായി രക്ഷപ്പെട്ട് സുജാതയുടെ വീട്ടിലേക്ക് ഓടുന്നു. സുജാതയോട് കാര്യങ്ങൾ പറഞ്ഞ് കയ്യിൽ കിട്ടിയ കത്തിയെടുക്കുന്നു. അനിലും അവിടെ എത്തുന്നുണ്ട്. സുജാതയോട് പോലീസിനെ വിളിക്കാൻ ദിവ്യ പറയുന്നുണ്ട്. ഇവിടെയാണ് ക്ലൈമാക്സിലെ ട്വിസ്റ്റ്. സുജാത ഫോൺ എടുക്കുമ്പോൾ അമ്മേ, അവൾ പറയുന്നത് കള്ളമാണ്, വിളിക്കരുത് എന്ന് പറയാണ്. സത്യത്തിൽ സുജാത അനിലിന്റെ അമ്മയാണ്. ഈ സത്യം അറിഞ്ഞ ദിവ്യ ഞെട്ടാണ്. ഇവൻ ഭവ്യയെയും എന്റെ ഭർത്താവിനെയും കൊന്നവനാണ് എന്ന് ദിവ്യ പറഞ്ഞിട്ടും സുജാത അനിലിന്റെ വാക്ക് കേട്ട് ദിവ്യയുടെ തലയിൽ ഫ്ലവർ വേസ് കൊണ്ട് അടിക്കുന്നു. ദിവ്യ വീഴുന്നു. അപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്. ടേബിളിലിരിക്കുന്ന ബുക്കും സുജാതയുടെ കണ്ണടയും അനിൽ കാണുന്നു. തന്റെ അമ്മയ്ക്കും കാഴ്ചയുണ്ടായിരുന്നുവെന്നും ഇത്രയും നാൾ തന്നെ പറ്റിക്കുകയായിരുന്നുവെന്നും അനിൽ തിരിച്ചറിയുന്നു. ദേഷ്യം വന്ന അനിൽ സ്വന്തം അമ്മയുടെ കണ്ണിൽ ഇഞ്ചക്ഷൻ കുത്തിവെച്ച് കാഴ്ച നശിപ്പിക്കുന്നു. ബോധം വന്ന ദിവ്യ അനിലിനെ കുത്തി പരിക്കേൽപ്പിച്ച് രക്ഷപ്പെടാൻ നോക്കുന്നു. വാതിലുകൾ പൂട്ടിയിരിക്കുകയാണ്. ദിവ്യ ലാൻഡ് ഫോണിൽ നിന്ന് ഇൻസ്പെക്ടറെ വിളിച്ച് ഞാൻ സുജാതയുടെ വീട്ടിലുണ്ട് എന്ന് പറയുന്നു. അനിൽ വയറ് കട്ട് ചെയ്യുന്നു. അവൻ ദിവ്യയെ കൊല്ലാൻ നോക്കുകയാണ്. കറണ്ട് പോകുന്നു. ഇരുട്ടിൽ അവർ തമ്മിൽ പോരാട്ടം നടക്കുന്നുണ്ട്. അനിൽ ദിവ്യയെ കീഴ്പ്പെടുത്താൻ തുടങ്ങുമ്പോൾ ഇൻസ്പെക്ടറും സംഘവും വന്ന് അനിലിന്റെ മുഖത്തേക്ക് ടോർച്ച് ലൈറ്റ് അടിക്കുന്നു. വെളിച്ചം സഹിക്കാൻ കഴിയാതെ അനിൽ ഭവ്യയെ ഓർത്തുകൊണ്ട് സ്വന്തം കഴുത്തറുത്ത് മരിക്കുന്നു. ദിവ്യ പോലീസിന്റെ അടുത്തേക്ക് ചെല്ലാണ്. ആ സ്ട്രെസ്സിൽ ദിവ്യക്ക് വീണ്ടും കാഴ്ച നഷ്ടപ്പെടുന്നു. സിനിമയുടെ എൻഡിങ്ങിൽ ദിവ്യ ഡോക്ടറുമൊത്ത് മോർച്ചറിയിൽ വന്ന് സന്ദീപിന്റെ മൃതദേഹം തൊട്ടു നോക്കുന്നു. സന്ദീപിന്റെ കണ്ണുകൾ ഇല്ലാത്തത് കണ്ട് അവൾ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ നിനക്കുള്ള കണ്ണുകൾ സന്ദീപിന്റേതാണ് എന്ന് ഡോക്ടർ പറയുന്നു. അത് കേട്ട് ദിവ്യ പൊട്ടിക്കരയാണ്. എനിക്ക് വേണ്ടി നിന്റെ കണ്ണുകൾ തന്നോ സന്ദീപ് എന്ന് ചോദിച്ച് അവൾ ഇമോഷണൽ ആവുന്നു. നിനക്ക് കാഴ്ച തരാൻ വേറൊരു ഡോണർ റെഡിയാണ് എന്ന് ഡോക്ടർ പറയുമ്പോൾ വേണ്ട ഡോക്ടർ, ഇത് സന്ദീപിന്റെ കണ്ണുകളാണ്. ഈ കണ്ണുകളിലൂടെ അവന്റെ ഓർമ്മകളുമായി ഞാൻ ജീവിച്ചോളാം. എനിക്ക് വേറെ ഡോണറെ വേണ്ട എന്ന് ദിവ്യ പറയാണ്. അങ്ങനെ അവിടെ സിനിമ അവസാനിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.